ലോകത്തിന്റെ ഊർജ വിപണിയെ ശ്വാസം മുട്ടിക്കാൻ ശേഷിയുള്ള ഹോർമൂസ് കടലെടുക്ക് വീണ്ടും പുകയുകയാണ്. വൻ ശക്തിയായ അമേരിക്കയുടെ ഭീഷണികളെയും ഉപരോധങ്ങളെയും പുല്ലുവില കൽപ്പിച്ച് പേർഷ്യൻ ഗൾഫിന്റെ ചക്രവർത്തി തങ്ങൾ തന്നെയാണെന്ന് ഇറാൻ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് കേവലം ഒരു യുദ്ധവാർത്തയല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടം ഇറാൻ തിരുത്തി വരയ്ക്കുന്ന കാഴ്ചയാണ്. ഇനി കടലിടുക്കിലൂടെ ഒരു കപ്പൽ നീങ്ങണമെങ്കിൽ ഇറാൻ പറയുന്നത് കേൾക്കണം. അതിനായി പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി എന്ന പുതിയൊരു സംവിധാനത്തിന് ഇറാൻ രൂപം നൽകി കഴിഞ്ഞു. ഈ വഴി പോകുന്ന ഓരോ കപ്പലും ഇനി ഇറാന്റെ നിരീക്ഷണത്തിലായിരിക്കും. കപ്പലിന്റെ പേരും ലക്ഷ്യസ്ഥാനവും മാത്രമല്ല, അതിലെ ജീവനക്കാരുടെ ദേശീയതയും ചരക്കിന്റെ സ്വഭാവവും ഉൾപ്പെടെ 40-ലധികം ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകണം. ഈ കപ്പൽ വിവര പ്രഖ്യാപനം പൂരിപ്പിച്ചില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിൽ നടത്തുന്ന ഷോ അവസാനിപ്പിക്കാനാണ് ഈ കണിശമായ നീക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ ഹോർമൂസ് കടലിടുക്കിനെ സൈനികവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ സർവ്വശക്തിയുമെടുത്ത് പ്രതിരോധിക്കുകയാണ് ഇറാൻ. USS ട്രൂസ്റ്റൺ, USS മസോൺ തുടങ്ങിയ കൂറ്റൻ അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചത് സമാധാനത്തിനല്ല, മറിച്ച് പ്രകോപനത്തിനാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. കഴിഞ്ഞ മെയ് 7-8 തീയതികളിലുണ്ടായ സംഭവങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ജാസ്കിന് സമീപം ഒരു ഇറാനിയൻ എണ്ണ ടാങ്കറിനെ അമേരിക്ക ലക്ഷ്യം വെച്ചതോടെ ഇറാൻ തിരിച്ചടിച്ചു. ഗാഷും ദ്വീപിലെ ബന്ദർ ഖമീറിലും അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇറാൻ മറുപടി നൽകി. ചാബഹാറിന് തെക്ക് ഭാഗത്തുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്ത മിസൈലുകളും ഡ്രോണുകളും അമേരിക്കയെ പോലും പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ്. അവർ തങ്ങളെ പരീക്ഷിച്ചു, തങ്ങൾ മറുപടി നൽകി എന്നാണ് ഇറാൻ സൈന്യം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഈ സംഘർഷം നമ്മുടെയൊക്കെ പോക്കറ്റിനെയും നേരിട്ട് ബാധിച്ചു തുടങ്ങി. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $101.50 കുതിച്ചുയർന്നു. അമേരിക്കൻ ഗ്യാസുലിൻ വില 40% വർദ്ധിച്ചത് ട്രംപിന് വലിയ വേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. തന്റെ പദ്ധതിയൊക്കെ വിജയമാണെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഹോർമൂസ് കടലിടുക്കിന്റെ യഥാർത്ഥ താക്കോൽ ഇറാന്റെ കയ്യിലാണെന്നതാണ് സത്യം. ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, 14 പോയിന്റുകളുള്ള ഒരു സമാധാന പദ്ധതി അവതരിപ്പിച്ച നയതന്ത്ര തലത്തിലും ഇറാൻ കളി മാറ്റുന്നുണ്ട്. പക്ഷെ ഒന്നോർക്കുക, തങ്ങളുടെ ആണവ പദ്ധതിയോ പരമാധികാരത്തെയോ തൊട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. പടിഞ്ഞാറൻ ശക്തികൾക്ക് ഇറാൻ നൽകുന്നത് താക്കീത് വളരെ ലളിതമാണ്. ഇത് ഞങ്ങളുടെ കടലാണ്, ഇവിടെ ഞങ്ങളുടെ നിയമമാണ് നടപ്പിലാവുക.